കഴിക്കാൻ വേണ്ടിട്ടേ വീട്ടില് സാധനങ്ങളൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വണ്ടി അവിടെ ഉണ്ട്. വണ്ടി കയറിയിട്ട് വേണം നമുക്ക് പോവാൻ. നല്ല അടിപൊളി വട ഇഡ്ഡലി സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയിൽ. ട്രാവൽ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് തൂത്തുക്കുടിയിലാണ്. ഈ കിടക്കുന്ന വണ്ടിയിൽ നമ്മള് ഉപ്പ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയില്. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നും പറയണ പോലെ തന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട്ടിലേക്ക് നമുക്ക് നല്ല ഫ്രഷ് ഉപ്പ് കൊണ്ടുപോകല്ലേ? അതായത് ഒരു മായില്ലാത്ത നല്ല തുമ്പപ്പൂ പോലത്തെ ഉപ്പ്. തുമ്പപ്പൂ മാറിയിരിക്കും. അതെ, ഒരു അമ്പലമുണ്ട്, ഇത് നമ്മുടെ സുഹൃത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയില്ല. നമുക്ക് അവിടെ ഇറങ്ങിയിട്ട് കാണാം. സുധീഷ് ബ്രോ അമ്പലം ഒരു അമ്പലം ഉണ്ട് അല്ലേ ഈ വഴിക്ക്? ഇവിടുന്ന് കംപ്ലീറ്റ് ഉപ്പുപാടാണ്. ഫുള്ള് ഉപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിന്റെ ഇടയിൽ കാണുന്നതൊക്കെ ഓരോ കമ്പനികൾ ഉപ്പ് ശേഖരിച്ച് വെക്കുന്ന സ്ഥലങ്ങളാണത്. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം മഴയത്ത് കംപ്ലീറ്റ് ഈ പാടം വരെ പോയി. കംപ്ലീറ്റ് റോഡും പോയി, പാടവും പോയാണ്. മുല്ലപ്പൂ കിടന്ന പോലെ ഇത് അതിന് വടിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. ഞാൻ ഇതിന്റെ വെള്ളം മാറുമ്പോൾ അവിടുത്തെ പണിക്കാർ വരും കോരി കൊണ്ടുപോകും. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ശരിക്കും കുറച്ചുള്ളൂ അല്ലേ? നമ്മളെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകുന്നതോറും നമ്മുടെ ഉള്ളിലേക്ക് ഫുള്ള് ഉള്ളില് ഏക്കറക്കണക്കിന് ഈ സാധനം തന്നെ കണ്ണൊക്കെ തോർത്ത് കിടന്ന പോലെ കിടക്കുന്നുണ്ടാവും. തൂത്തുക്കുടിയില് വേറെ ഒന്നുമില്ല. തൂത്തുക്കുടി മെയിൻ ആയിട്ടുള്ളത് ഉപ്പിന്റെ മാത്രം മെയിൻ സ്ഥലമാണല്ലേ? പിന്നെ ഈ പോർട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങൾ മാത്രമല്ലാതെ തൂത്തുക്കുടിയിലെ മെയിൻ സാധനം ഉപ്പാണെന്തോ. എവിടെയാണ് ഉപ്പ് ഇരിക്കണെന്ന് വെച്ചാൽ അത്രയും ദൂരം റിവേഴ്സ് പോകണം. കണ്ടില്ലേ, ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കണ ഉപ്പുകളാണ്. ഉപ്പ് കംപ്ലീറ്റ് വാരി കൂട്ടിയിട്ട് ആ കൊട്ടയിലാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ലോഡ് ചെയ്യും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അത്യാവശ്യം പ്രായമായിട്ടുള്ള ചേച്ചിയാ, പക്ഷെ ഇപ്പോഴും ജോലിയൊക്കെ ചെയ്യണ നല്ല ഉഷാറിലാണ്. ഉപ്പ് കൈന്റെ മുകളിൽ ഒരു സ്വല്പം പോലും ഒട്ടി പിടിക്കണില്ല കേട്ടാ. ഇല്ലേ, അത്രയും ഡ്രൈ ആണ്, വെയിൽ കൊണ്ട് ഉണങ്ങിട്ടേ. ഇവിടെ വരുന്നേക്ക് മുന്നേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കടലിൽ നിന്നുള്ള വെള്ളം അടിച്ചു കയറ്റിയിട്ടാണ് ഇങ്ങനെയുള്ള ഉപ്പ് പാടത്ത് ഈ ഉപ്പ് കൃഷി ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് നോക്കി നോക്കുമ്പോൾ എന്താ വെച്ചാൽ മോട്ടർ വഴി വെള്ളം അടിച്ചു കയറ്റും. അതായത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ചെറിയ ചെറിയ ചാലുകളുണ്ട്. അതുവഴി വെള്ളം അടിച്ചു കയറ്റിയതിന് ശേഷം ഇത് അവിടെ ബോർ ചെയ്തിട്ട് അവിടെ നിന്ന് വെള്ളം ഇത് കണ്ട വെള്ളം ഇതിലേക്ക് ഈ ഉപ്പ് പാടത്തേക്ക് അടിച്ച് അത് കെട്ടി നിർത്തും. എന്നിട്ട് വറ്റിയിട്ടാണ് ഈ ഉപ്പ് ഉണ്ടാവുന്നത്. അത് ഓരോ കളത്തിനനുസരിച്ചിട്ട് അത് വലുപ്പനുസരിച്ച് 10 ദിവസം 15 ദിവസമൊക്കെ കൊണ്ട് ഈ സാധനം ഉണങ്ങിയിട്ട് ഉപ്പാവും. അങ്ങനത്തെ ഉപ്പ് ശേഖരിക്കാനൊക്കെയാണ് ഇങ്ങനത്തെ ചെറിയ ഒരു ഗോഡൗൺ പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ കാണാനില്ലേ, നല്ല അടിപൊളി ഉപ്പ് നോക്കിയേ.
നല്ല പ്യൂർ വൈറ്റ് ആയിട്ട് കിടക്കുന്നു കേട്ടോ. ഇത് മെഷീനൊന്നും അല്ല കേട്ടോ, കൈകൊണ്ട് തന്നെ പാക്ക് ചെയ്യേണ്ടതാണ്. കൈ പാക്കിങ് നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു മെഷീനായിരിക്കുന്നു, കൈ കൊണ്ട് പാക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ അട്ടിയും കയറ്റി. ഇനിതാ മൂന്നാമത്തെ കയറ്റണം. ഇതുകൂടി കയറ്റി കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു ഭാഗമാവും. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഉപ്പുപാടത്ത് നടന്നിട്ട് ക്ഷീണിച്ചു. ഇനി കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി വാഴയിലുള്ള ഇഡ്ഡലി സാമ്പാർ ഉപ്പുപാടം അല്ലേ? തന്നെ ജാതി വൈബ്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ പേടിക്കാല്ല, നല്ല ഉപ്പ് കാറ്റടിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇഡ്ഡലിയൊക്കെ കഴിച്ച് അപ്പുറത്ത് പോയിട്ട് വേണം ബാക്കിയുള്ള ലോഡ് കയറ്റാൻ. മുളക് ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നാ വണക്കം. ലോഡ് കയറ്റിയിട്ട് ഇത് കെട്ടണം കേട്ടോ. കെട്ടണം എന്നാ പറഞ്ഞത് സുധീഷ് ബ്രോ. കാരണം ഇല്ലെങ്കിൽ കെട്ട് സൈഡിലേക്ക്, ചാക്കൊക്കെ സൈഡിലേക്ക് പോകുന്നു ഈ കയറ്റി വെച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കെട്ടിയിട്ട് അടുത്ത സ്ഥലത്ത് ബാക്കിയുള്ള ഉപ്പ് നമ്മൾ കയറ്റും. എന്തായി സുധീഷ് ബ്രോ, കഴിഞ്ഞ കെട്ടിയില്ലെങ്കിൽ ആ വണ്ടിയിൽ പോകുമ്പോ ചാക്ക് ഇങ്ങനെ ആടുണ്ട് കെട്ടിയിട്ടുണ്ടാണ്. എല്ലാം കൂടിയാണ് പറഞ്ഞു അല്ലേ? ഇവിടെയൊക്കെ കണ്ടില്ലേ നല്ലോണം ഉപ്പ് വിളഞ്ഞ് നല്ല കൂട്ടിയിട്ടാണ്. മൊത്തം തിളങ്ങണല്ലേ? എന്നാ സാപ്പിടാച്ചാ എന്നാ സാപ്പിടാ കഞ്ഞി. ഇത് എന്നാ പേര്? കഞ്ചി. കഞ്ചി എങ്ക ഊരിലും കഞ്ചിന്നാ അല്ലേ? ഒരു ഭക്ഷണം കഴിച്ചിട്ട് എത്ര സ്പീഡായിട്ട് അടുത്ത അല്ലേ അടുത്ത വേലയ്ക്ക് ഇറങ്ങണം. ഉപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് നമ്മുടെ സുധീഷ് ബ്രോ. പിന്നെ കുറച്ച് കാലത്തേക്ക് ഉപ്പ് വേണ്ട, ഒരു ചാക്ക് ഉപ്പ് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാ. തുമ്പപ്പൂ പോലത്തെ ഉപ്പാണ്. ഇങ്ങനെ കണ്ട വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലാണെന്ന് പറയോ? ആ വീട്ടിക്ക് എന്താ നാട്ടിക്കല്ല പക്കത്തെ വീട്ട് എല്ലാവർക്കും. ധാരാളം. 2026 വരെ പോകുന്നു തോന്നുന്നുണ്ട് ഇപ്പൊ. ഇതുകൊണ്ട് എന്താ
എത്ര കിലോ ഉണ്ടാവും? 25 കിലോ ഉണ്ടാവും. 25 കിലോ എടുക്കൂല്ലേ? അങ്ങനെ തൂത്തുക്കുടി വന്നിട്ട് 25 കിലോ ഉപ്പ് കയറ്റിയിട്ടുണ്ട് സ്വന്തം ആവശ്യത്തിന്. ഇവരാ உங்க பேரு பேரு என்ன? பேரு சொல்லுங்க. மாசையா மாசையா இல்லையா? மாப்பிள்ளை பார்க்கணும். எங்க கேரளாவிலா? ആ ചേച്ചിക്ക് ഒരു മാപ്പിളേനെ നോക്കണം പറഞ്ഞിട്ടെ കേരളത്തില്. ആ കൂടുതൽ ചേച്ചിമാരട്ടാ. அக்கா சாப்பிட்டாச்சா? சாப்பிடலையா? சாப்பிட்டாச்சா? അടുത്ത ഈ ഉപ്പ് മെഷീനിലിടാൻ പോട്ടാ. അതെന്താ സംഭവം നമുക്ക് കാണാം. சும்மா സുധീഷ് ബ്രോ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ആള് കുറച്ചൊന്ന് കണ്ണടക്കാണ്. വേറെ കുറെ പകുതിയിലൂടെ ഉണ്ട് നമുക്ക്. തൂത്തുക്കുടിക്ക് നമുക്ക് ആളായി. കെട്ടിലിയാ കൂടിയിട്ട് പറഞ്ഞോളൂല്ലേ. നല്ല ക്ലിയർ ക്രിസ്റ്റൽ പോലെ കിടക്കുന്നുണ്ടാ. കണ്ണത്ത ദൂരത്ത് കംപ്ലീറ്റ് ഉപ്പാടാണ് അല്ലേ? ഇങ്ങോട്ട് തിരിഞ്ഞാലും റേസിന് ഉപയോഗിക്കുന്ന കളർ അല്ലേ? കേന്ദ്ര ഗവൺമെന്റ് സ്കൂളാണ് കാണുന്നത്. ഇങ്ങനത്തെ കോഴക്കിണർന്നാണ്. അങ്ങനത്തെ കോഴക്കിണർന്നാണ് വെള്ളം അടിച്ചിട്ട് പാടത്തേക്ക് കയറ്റുന്നത്. നമ്മുടെ പുലി വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ആയിക്കൊണ്ടിരിക്കും സൈഡില് ഇവിടൊക്കെ ഉപ്പ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്ന സാധനം. വണ്ടി കണ്ടില്ലേ ഇത്രയും ലോഡായി. മുക്കാ ഭാഗമായിട്ടുള്ളൂ. ഈ കാഭാഗം കൂടി ഉണ്ട്. ഫസ്റ്റ് ടൈം വന്ന് കാണുമ്പോഴേ വല്ലാത്തൊരു അത്ഭുതം. ഇത്രയധികം ഏരിയയില് ഉപ്പ് കിടക്കാൻ കാണുമ്പോ വീഡിയോയിൽ കാണുന്നൊക്കെ ഒരുപാട് ഭംഗിയായിട്ടാ. കൂടി വഴിക്കൊക്കെ പോകുമ്പോ കുറച്ചുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാടൊക്കെ അടിപൊളിയായിട്ട് കാണാനും കാര്യങ്ങളൊക്കെ പറ്റും.
ഈ ഉപ്പിന്റെ ഭംഗി ഒന്ന് നോക്കി നിങ്ങള്. ശരിക്ക് കിടന്ന് തിളങ്ങാണ്. വീഡിയോ എത്ര എടുത്താലും മതി അതുപോലെ ഭംഗിയാണ്. വെയിൽ കൊണ്ടിട്ടേ ഒരു പരുവായി. കാറ്റുള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മള് കരിഞ്ഞു പോകും. കാഴ്ചക്ക് എല്ലാം ഉപ്പ് തന്നെയാണ്, പക്ഷെ അത് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ ഉള്ള പോലെ പോണത് പലതും പല ആവശ്യത്തിനാണ്. ഏറെക്കുറെ നമ്മുടെ ലോഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. മുക്കാഭാഗം അതിൻ്റെ തൊണ്ട് ഫുള്ളായി അവിടുന്ന് തെറിക്കും. என்ன சேட்டா வேற வண்டி இல்ல அவன் அங்க போய் நிக்கிய அவ்வளவு அங்க போய் நிக்கியங்க இது வண்டி பெரிய வண்டி நடத்த வேண்டாமா അങ്ങനെ നമ്മുടെ വണ്ടി ലോഡായിട്ടാ. ഞാൻ പിന്നെ അവിടെ വെയിലൊക്കെ ആയാലും കൊണ്ട് എടുത്തില്ല. അതായത് വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം കാലിയായിട്ട് വെയിറ്റ് നോക്കും, അത് കഴിഞ്ഞാൽ ലോഡ് കയറി കഴിഞ്ഞാൽ വീണ്ടും വെയിറ്റ് നോക്കും. അങ്ങനെ വണ്ടി ലോഡായി. നമ്മൾ വന്ന പോലെ തന്നെ ഓരോ വണ്ടികളും ഇതേപോലെ തന്നെ ലോഡ് ആയിട്ട് കണ്ടില്ലേ, വെയിറ്റ് തൂക്കാൻ വേണ്ടിട്ട് താർപ്പായൊക്കെ കെട്ടിയേക്കണോ. ആ ഒരു വണ്ടി പോയ കോല കാണണം കേട്ടാ, ഗംഭീര പൊടിയാ. ഈ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മള് പോണേക്കും മുന്നേ എന്താണ് എടുക്കണോ അവരെ കൂട്ടി ഞാൻ നാട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോവാ. അങ്ങ് വേല എടുക്കുന്നവരെ. ഈ അടുത്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മേലെ പായിട്ട് കെട്ടണാണല്ലേ, പായിട്ട് കംപ്ലീറ്റ് കെട്ടും. അതാണ് അവസാനത്തെ പണി. അത് കഴിഞ്ഞ് നമ്മള് നേരെ നാട്ടിലേക്ക് പോവാണ്. നമ്മളവിടുന്ന് ഉപ്പുപാടത്തുനിന്ന് വരുമ്പോൾ കയറിട്ടുണ്ടായിരുന്നു. അതായത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുമ്പോഴേ ഈ ഉപ്പും ചാക്ക് താഴത്തേക്ക് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കയറിട്ടുണ്ടായിരുന്നു. ആ കയറൊക്കെ ഊരിയെടുത്തിട്ട് ഇനി പായ ഇടും മേലെ. അതിനുശേഷം വീണ്ടും കയറ് കിട്ടും, കെട്ടിയിട്ട് പക്കി വെക്കും. അടക്കി വെക്കണല്ലേ, വളരെ നീറ്റായിട്ടാണ് ഇറക്കിക്കുന്നത്. അത് ഡെയിലി ചെയ്യണവരുണ്ടേ, ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി ബാക്കി നമുക്ക് പോകുമ്പോഴുള്ള കാഴ്ചകൾ കാണാം. ഞങ്ങൾ തൂത്തുക്കുടി വന്നിട്ട് ഉച്ചക്കലത്തെ എന്താവുന്ന അറിയില്ല. അതെ, ഇവിടെ ഹെൽമെറ്റ് വെക്കാണ്ട് പോയ അങ്ങനെ നമ്മൾ നേരത്തെ ഹോട്ടലില് ഫുഡ് മേടിച്ചില്ലേ, ഗംഭീര ഫുഡ് കേട്ടാ. വെജിറ്റേറിയനാണ്. നമ്മുടെ അടുത്തതിനെ അപേക്ഷിച്ചിട്ട് വെറൈറ്റി. ഞാൻ എന്തൊരു പുളിങ്കറി കേട്ടോ അല്ലേ, പുളിക്കുളമ്പ്, സാമ്പാർ, മോര്, രസം, അങ്ങനെ സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പോന്നു. വഴിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിക്കുക. ഞാൻ കഴിക്കണില്ല, നമ്മുടെ സുധീഷ് മാത്രമേ കഴിക്കണു. രാത്രി കഴിച്ചോട്ടോ. അങ്ങനെ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞതാ, വണ്ടി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ഇറങ്ങി. ഒരു ചാക്ക് ഉപ്പും കിട്ടിയിട്ടുണ്ട്.